நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ദ്രൻ എന്തിനായിരിക്കും ഇവിടെ വന്നത്? അനുപമ വിളിച്ച് പറഞ്ഞു കാണും. ഇവൻ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അവരെ അകത്ത് വെച്ച് കാണാം. അപ്പോൾ ഇന്ദ്രൻ ഇവരുടെ ഒപ്പം വന്നതായിരിക്കണം. അവൻ മറ്റവരെ കണ്ടു കാണില്ല. ഇന്ദ്രൻ ആ വരാന്തയിൽ ഉണ്ടായിരുന്നാണല്ലോ. അവന് ഇങ്ങോട്ട് പോയി. ഇന്ദ്രൻ അവരെ കണ്ട് മുങ്ങിയതാവണം ആന്റി. കാർ അവിടെ കിടപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓ, ദാ അവൻ കാറിലുണ്ടല്ലോ. എന്താ ഇവിടെ വന്ന് വിളിച്ചിരിക്കേ? ഏയ്, നിങ്ങളവർ കണ്ടോ? ഞങ്ങള് കണ്ടു. നിന്നെ കണ്ടില്ലല്ലോ. ഇല്ല, അത് ഞാൻ കണ്ടുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ പറ്റി. നീ എന്തിനാ ഇന്ദ്ര അനുപമ ഇങ്ങനെ പേടിക്കുന്നേ? ഇന്ദ്രൻ വന്നത് ഇന്ദ്രന്റെ അമ്മയുടെ കൂടെ അല്ലേ? എന്നാലും അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങി നടക്കാമെങ്കിൽ നിനക്കതായിക്കൂടെ ഇന്ദ്ര? സ്വന്തം മകനെ അവള് വീട്ടിൽ നിർത്തിയിട്ട് അവളുടെ അനിയത്തിന്റെ കുഞ്ഞുങ്ങളെ താങ്ങി വരുമ്പോ നിന്നോടൊരു വാക്ക് ചോദിച്ചോ? അനു ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അമ്മേ. രവിയുമായി ക്യാഷിന്റെ കാര്യം സംസാരിക്കാൻ വരുന്നതിന്റെ ഇടയിൽ മറന്നതാ. അല്ലെങ്കിലേ ചീരുവിന്റെ കുഞ്ഞുങ്ങളെ താങ്ങാൻ നീയും കൂടി വരുമായിരുന്നു അല്ലേ? നാണമില്ലല്ലോടാ നിനക്ക്. അമ്മ വണ്ടിയിലൂടെ കയറ്. ഇനി ഇവിടെ നിൽക്കണ്ട, അവര് വരുന്നതിന് മുമ്പ് പോവാം. ഹർഷ, കയറ്. മോളെ, നീ മുമ്പിൽ ചെന്നിരിക്കും. ശരി ആന്റി. ബാക്ക് സീറ്റിലിരുന്ന് യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർ ഇപ്പോഴും എന്നോട് പറഞ്ഞിന്ദ്ര. അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നത് അങ്ങനെയല്ലേ? പിന്നെന്താ ഇപ്പോ? ഇതിന്റെ പേരിൽ നിന്റെ ഭാര്യ നിന്നെ തൂക്കിക്കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ ഇന്ദ്ര. അപ്പോൾ ഇവൻ ഭാര്യയോടൊപ്പം വന്നതല്ല. അനുപമയെ ഒഴിവാക്കി ഹർഷയെ ഇവൻ ഏറ്റെടുത്തെന്നാ തോന്നുന്നത്. നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരല്ലേ? എന്നിട്ട് എന്താ ചിലങ്കെ?
ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെയൊക്കെ. സോറി ഡോക്ടർ, നമ്മള് പെണ്ണുങ്ങൾ മാത്രം പ്ലാനിങ്ങോടെ നീങ്ങിയ പോരല്ലോ, പാർട്ട്ണർക്ക് കൂടി അങ്ങനെ ഒരു ചിന്ത വേണ്ടേ? ഹസ്ബൻഡിനെ പേടിച്ച് വഴങ്ങിക്കൊടുക്കുന്നതൊക്കെ പണ്ട് കാലത്തല്ലേ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ സ്വന്തം സേഫ്റ്റിയും കൂടി നോക്കിയിട്ടേ പ്രവർത്തിക്കൂ. അങ്ങനെ ആയിരിക്കണം. കാരണം ബുദ്ധിമുട്ട് മുഴുവനും പെണ്ണിനല്ലേ. ആണുങ്ങൾക്ക് എന്തറിയണം? ഈ 2 കുട്ടികളെയും കൊണ്ട് ചിലങ്ക ഇപ്പൊ തന്നെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. അതിന്റെ കൂടെ അതാ ഞങ്ങള് ഡോക്ടറെ അടുത്തേക്ക് തന്നെ വന്നത്. പിന്നെ എന്നെയും മക്കളെയും ഡോക്ടർക്ക് അറിയാവുന്നതാണല്ലോ. ഇവരാണെങ്കിൽ അമ്മയെ കാണാതെ അധിക നേരം ഇരിക്കത്തില്ല ഡോക്ടർ. വലിയ വാശിയും കരച്ചിലും ഒക്കെ എപ്പോഴും. പിന്നെ 1 വയസ്സ് പോലും തികയാത്ത ബേബീസ് അല്ലേ, പ്രത്യേകിച്ച് ട്വിൻസ്. 2 വയസ്സൊക്കെ ആവണം ഇവരെല്ലാവരുമായിട്ടൊന്ന് അടുക്കാൻ. അതുവരെ വേറെ ഒന്നും കൂടി വേണ്ടെന്നാ ഡോക്ടറെ ഞങ്ങളുടെ തീരുമാനം. ഡോക്ടർ അതിനുവേണ്ടി ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എല്ലാവരുമായി ആലോചിച്ചാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. മിനിമം ടൈമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ചെയ്യുന്നതിന് ലീഗൽ പ്രോബ്ലം ഒന്നുമില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഈ ഒരു മാത്രമേ ടെസ്റ്റ് ചെയ്തുള്ളൂ. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നാളെ വന്നോളൂ, നമുക്ക് നോക്കാം. ഡോക്ടർ, ചിലങ്ക ഇപ്പോ സ്വന്തം വീട്ടിലാ തങ്ങുന്നത്. ഞങ്ങൾക്കൊരു 2 മണിക്കൂറോളം യാത്ര ഉണ്ടാവും. ടാബ്ലറ്റ് എന്തെങ്കിലും തരുവാണെങ്കിൽ. നോ നോ നോ, ടാബ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന റിസ്കാ. പിന്നീട് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പറ്റില്ല ഡോക്ടറെ. അയ്യോ, ഇന്ന് 4 സിസേറിയൻ വേറെയുണ്ട്. OP കഴിഞ്ഞ ഉടനെ ഞാൻ തിയേറ്ററിലേക്ക് പോകും. മാത്രമല്ല, ചിലങ്കയുടെ ഹസ്ബൻഡ് കൂടി വരണം. ഡോക്ടർ, ഹസ്ബൻഡ് സ്ഥലത്തില്ല, കുറച്ചു ദിവസം കഴിയും വരാൻ. കുഴപ്പമില്ല, 4-5 ദിവസത്തിനകം വന്നാലും മതി. അതിനുള്ളിൽ എത്തുമെന്ന് തോന്നുന്നില്ല ഡോക്ടറെ. എത്താൻ പറയണം, അയാളുടെയും കൂടി ആവശ്യമല്ലേ. റിപ്പോർട്ട് എന്താ നോക്കുന്നേ? ഈ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് കുട്ടികളുടെ OP ഇല്ല, ഡോക്ടർ അവധിയില്ല. ആണോ? അല്ല, എന്റെ വൈഫ് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നായിരുന്നേ. ഇരട്ട കുട്ടികളാണോ? ആ അതെ അതെ. അവര് ഗൈനോപ്പിയുടെ മുന്നിലുണ്ടായിരുന്നു. അവിടെ നോക്ക്. അവിടെയാണോ? ആ. അപ്പോ കുഞ്ഞുങ്ങളെ ഡോക്ടറെ കാണിക്കാനല്ല വന്നത്. എന്തിനായിരിക്കും അവള് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വന്നത്? ആ സിസ്റ്ററെ, ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി അല്ല വന്നത്. ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? വന്നത് വെറുതെ ആന്റി, നമുക്ക് പോവാം. അതെന്താനും? ഹസ്ബൻഡിനെയും കൂട്ടി വന്നാലേ അബോഷൻ നടത്തി തരാൻ പറ്റുമെന്ന് പറഞ്ഞ ആന്റി. ടാബ്ലറ്റ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഷോന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ചിലർക്കാണെങ്കിൽ തലവേദനയ്ക്കുള്ള ഗുളിക കഴിച്ചാൽ പോലും വയറ്റിലെ കരു അങ്ങ് കലങ്ങിപ്പോ. ചില ഡോക്ടർമാരൊക്കെ കാശിന് വേണ്ടിയാ ഇങ്ങനെ ബലം പിടിക്കുന്നത്. വാ നമുക്ക് പോവാം. വാ പോവാം. വാ വാ മോളെ. കരയില്ല 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 കരയില്ല.